കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ചെറിയ ചെറിയ അപ്ഡേറ്റുകളുണ്ട്, യു കെ അപ്ഡേറ്റ്. അത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു അപ്ഡേറ്റായിട്ട് തന്നെ വേണമെങ്കിൽ കൂട്ടാം, എന്നാൽ അല്ലെന്നും പറയാം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലേബർ പാർട്ടി അവരുടെ പരിപാടികൾ മുൻപോട്ട് ശക്തമാക്കിക്കൊണ്ടിരിക്കാനുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പുറയുന്ന റീഫോം പാർട്ടി ഇങ്ങനെ കുത്തുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അവരുടെ മുൻപോട്ട് അവർക്ക് നിൽക്കണമെങ്കിൽ അവർക്ക് ഈ റീഫോം പാർട്ടി പറയുന്ന എന്താണോ ഉദ്ദേശിച്ച് കുത്തുന്ന ആ സാധനങ്ങൾ അവർക്കിവിടെ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ റീഫോം പാർട്ടിയുടെ വോട്ട് ഷെയർ ഇപ്പോൾ തന്നെ ഓൺലൈനിൽ മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ 94-96% റീഫോം പാർട്ടി ജയിക്കുമെന്നുള്ളതാണ് വരുന്നത്. വരാൻ പോകുന്ന കൗൺസിൽ ഇലക്ഷൻ ഉണ്ട്, അതിൽ നമുക്ക് കാണാം റീഫോം പാർട്ടി പുഷ്പം പോലെ ജയിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിലവിലും റീഫോം പാർട്ടിക്കാണ് വോട്ട് ഷെയർ എല്ലാം കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ലേബർ പാർട്ടിക്ക് നിൽക്കുന്നതാണെങ്കിലും നല്ല രീതിയിൽ അവർക്കൊന്ന് ഒരു പേരുണ്ടെങ്കിലും പറയാൻ കുറച്ച് കാര്യങ്ങൾ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരും ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അവരും ഇപ്പോൾ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന കൺസർവേറ്റീവ് പാർട്ടിയും കൂടെ ചേർന്ന് എടുക്കാൻ പോകുന്ന ഒരു തീരുമാനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെക്സിറ്റ് വീണ്ടും നിലവിൽ വരുത്താനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു എന്ന് ഒരു വാർത്തകൾ പുറത്തു വരുന്നു. കൺഫേം അല്ല, 100%, 70%ഓളം കൺഫേമാണ്. അവർ അധികം നാളുകൾക്കുള്ളിൽ തന്നെ ചിലപ്പോൾ ബ്രെക്സിറ്റ് മുൻപോട്ട് നടത്താം എന്നൊരു കാര്യങ്ങൾ പുറത്ത് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ബ്രെക്സിറ്റ് നടത്തി കഴിഞ്ഞാലുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലോട്ട് പോകാനും അവിടെ നിന്നുള്ളവർ ഇങ്ങോട്ട് പഠിക്കാനും വരാനും പോകാനും ഒന്നിനൊരു തടസ്സമില്ല. വളരെ സുഖമായ പരിപാടി വീണ്ടും അവർ തുറന്നു കൊടുക്കുന്നു. സോ എന്തുകൊണ്ടാണ് ഈ ബ്രെക്സിറ്റ് വീണ്ടും അവർ തുറന്നു കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഷ്യക്കാർ വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. എന്നുവെച്ചാൽ ഏഷ്യക്കാർ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഏഷ്യക്കാരാണെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഏഷ്യക്കാരെന്ന് പറയുമ്പോൾ നമ്മളെല്ലാം വിടും കേട്ടോ. ഇന്ത്യക്കാർ, ബംഗ്ലാദേശ്, പാകിസ്ഥാനി എല്ലാം മതം കൊണ്ടും മറ്റേത് കൊണ്ടും റോഡ് വൃത്തിയില്ലാത്ത പരിപാടിയും അനുകൂലത്താക്കിയിടുകയും മതത്തിൻ്റെ പരിപാടികളും മറ്റേതും മറിച്ചതെല്ലാം ആയിട്ട് ഭയങ്കര റിപ്പോർട്ടുകൾ. ജയിലിൽ കിടക്കുന്നവരെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യക്കാരായിട്ടുള്ള ആൾക്കാർ വളരെയധികം കൂടുതലാണെന്നുള്ളതും ക്രിമിനൽ കേസുകളിലെ സംഭവങ്ങളെല്ലാം ഏഷ്യക്കാരാണ് കൂടുതലെന്നുള്ളതും അവർ മനസ്സിലാക്കി. അതുകൊണ്ട് ബ്രെക്സിറ്റ് നിലവിൽ വരുത്തുന്നത്. അപ്പോൾ 2 കാര്യങ്ങളുണ്ട് ബ്രെക്സിറ്റ് നിലവിൽ വരുത്തുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്, ഇവർക്ക് പണിക്കില്ലാത്ത ആൾക്കാരെല്ലാം ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ നിന്ന് വരും. യൂറോപ്യൻസ് ഒരുപാട് ആൾക്കാർ വരും. നിങ്ങൾക്കറിയാം, ഇപ്പോൾ റൊമേനിയ, പിന്നെ അതുപോലെ പിന്നെ ക്രൊയേഷ്യ, ഇഷ്ടംപോലെ കൺട്രീസ് ഉണ്ട്. എക്കണോമിക്ക് വളരെ താഴ്ത്തി കിടക്കുന്ന ഇഷ്ടംപോലെ കൺട്രീസ് ഉണ്ട്. അവരിവിടെ വന്ന് നല്ല മാട് പണിയുന്ന പോലെ പറയും. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അവരിവിടെ വന്ന് എന്ത് വേണം പണിയും ചെയ്യും. നമുക്കൊന്നും അവരുടെ ഒരു 4 പോലും എത്താൻ പറ്റില്ല. അമ്മാതിരി സ്പീഡ് വേണം, മടുപ്പില്ല. അവരിങ്ങനെ റോബോട്ട് പോലെ കിടന്ന് പണിയും. അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ നടക്കാൻ അവരിങ്ങോട്ട് വരും. ഇഷ്ടംപോലെ ആൾക്കാർ വരും. ഇഷ്ടംപോലെ റൊമാനിയക്കാരും പോർച്ചുഗലുകാരും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം ഇത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ വേണ്ട ആൾക്കാർ ഇവിടെ കിട്ടും. പിന്നെ കുറച്ച് ഈ പറയുന്ന ഹെൽത്തിലും മറ്റുമായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ, അതുണ്ട്. ഇനി അല്ലാത്ത ആൾക്കാർ തന്നെ ഇവിടെ വേറെയും ഇരിപ്പുണ്ട്, PR അല്ലാത്ത ആൾക്കാരുണ്ട്, അവരെ എടുക്കാം. സോ ഏഷ്യക്കാരെ വീണ്ടും തട്ടി താഴോട്ട് വിടുന്നു. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നു, PR ആയി ഇവിടെ സൂചി ജീവിക്കുന്നു ഒരു സൈഡ്, അതല്ലെങ്കിൽ ഇവിടെ ബഹളം, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ കേസുകളെല്ലാം കൂടുതൽ കിടക്കുന്നത് ഏഷ്യക്കാരുടെ പേരിലാണ്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ബ്രെക്സിറ്റ് നിലവിലെത്തി കഴിഞ്ഞാൽ ഇവരുടെ കാര്യങ്ങൾ നടക്കും, ഇവർക്ക് വേണ്ട പണിയും കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വന്ന് പഠിക്കുകയും ചെയ്യാം, ഇവർക്ക് അങ്ങോട്ടും പോകും. എല്ലാം കൂടെ മൊത്തത്തിൽ നമ്മളെ തഴയുകയും ചെയ്യാം. അപ്പോൾ എല്ലാം കൂടെ മൊത്തത്തിൽ ഒരു പണി സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ആരംഭിച്ച് കഴിഞ്ഞു എന്നൊരു ന്യൂസ് വന്നിരിക്കുന്നു. പിന്നെ അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അസൈലം, നിങ്ങൾക്കറിയാം, അസൈലം വന്നിട്ട് ഇവിടെ ആയിട്ട് വന്ന് ഇവിടെ നുഴഞ്ഞു കയറി വന്നവരും അല്ലാതെ കള്ളവോട്ട് പിടിച്ച് വന്നവരും ഒക്കെയുള്ള ആക്രമണങ്ങൾ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. അങ്ങനെ അയക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവരെ കണ്ടെത്തി ഉടനെ തന്നെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള പരിപാടികളും ചെയ്യും എന്നുള്ളത് ഒരു ലേബർ പാർട്ടിയിൽ നിന്ന് വരുന്നിരിക്കുന്ന ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട്. സോ എന്തുകൊണ്ട് ലേബർ പാർട്ടി ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ പുറയുന്ന റീഫോം പാർട്ടി കുത്താണല്ലോ. അവരുടെ വോട്ട് ഷെയർ ഓരോ മാസം കൂടുന്നു. ഇനി വരാൻ പോകുന്ന കൗൺസിൽ ഇലക്ഷനിൽ അവർ 94% റീഫോം പാർട്ടി ജയിക്കും എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അതിന് മുന്നേ ഇവർക്ക് പേര് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അതാണ് ഈ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എന്നിരുന്നാലും അപ്പോൾ ഇനി അതാണ് മുൻപോട്ട് ചെയ്യാനായിട്ട് ലേബർ പാർട്ടി ഉദ്ദേശിക്കുന്ന ന്യൂസുകളും പുറത്തു വരുന്നു. അതായത് അസൈലുമായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നു. അവരെയും പിടിച്ച് ഡീപ്പോർട്ട്, ചുമ്മാ പുറത്താക്കുമല്ലോ, ഡീപ്പോർട്ട്, അതേ ഉള്ളൂ. കാരണം ചുമ്മാ പുറത്താക്കിയിട്ട് കാര്യമില്ലല്ലോ, ഡീപ്പോർട്ട് തന്നെ. ഇനി ഇങ്ങോട്ട് വരികയേ വേണ്ട, ഒരു 10 വർഷത്തേക്ക് ഉള്ളത്തോട്ടും പോയി ശല്യം ഉണ്ടാകണമെന്ന രീതിയിൽ അവരെ പിടിച്ച് ഡീപ്പോർട്ട് ചെയ്യാനുള്ള പരിപാടികൾ ഇങ്ങനെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ വിസിറ്റിംഗ് വിസ വന്ന് ഇവിടെ കിടക്കുന്ന ആൾക്കാർ വിസ തീർന്നിട്ട് ഇവിടെ കിടന്ന് പിന്നെ എന്താ പറയുന്നത്, ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ജോലി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് മുഖേന അല്ലാതെ കള്ള എംപ്ലോയർ വഴി വേണമെങ്കിൽ, കള്ള എംപ്ലോയർ നമുക്ക് വേണമെങ്കിൽ പറയാം,
കള്ള എംപ്ലോയർ വഴി ഇവിടെ പിന്നെ ഒന്നുമില്ലാതെ രേഖകളൊന്നുമില്ലാതെ അവർക്ക് കിട്ടുന്ന നക്കാപ്പിച്ചയും മേടിച്ച് ഇങ്ങനെയൊക്കെ ഇവിടെ സുഖമായിട്ട് കഴിഞ്ഞു കൂടുന്ന ആൾക്കാർ, അവരെ നേരെ പിടിച്ച് ഡീപ്പോർട്ട് ചെയ്യുന്നു. എംപ്ലോയർക്ക് ഡബിൾ ഫൈൻ അടിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണേൽ എംപ്ലോയറെ ഡീപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ വരെയും പറഞ്ഞിട്ടുണ്ട് നാട്ടിലോട്ട്. യെസ്, അതാണ് അടുത്തത്. പിന്നെ ഉള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും നിലവിലുള്ളതാണ് ലേബർ പാർട്ടിയുടെ. ഇനി ലേബർ പാർട്ടിയുടെ വരാൻ പോകുന്ന ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ, ഞാൻ അതിനെപ്പറ്റി നേരത്തെ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം കൺഫേം ആകുമെന്നുള്ളത് 100% കൺഫേം ആകുമെന്നുള്ളത് പറഞ്ഞില്ല. പക്ഷേ ഒരു 60-70% ഞാൻ നേരത്തെ ഉള്ള എൻ്റെ യൂട്യൂബ് ചാനലിലും ഇതിനു മുന്നോട്ടുള്ള വീഡിയോകളിലും ഞാൻ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതെന്തൊക്കെയാണ് തലമുണ്ടയ്ക്ക് അടിക്കുന്നതെന്നുള്ളത് നമുക്ക് ഈ ഒരു പിന്നെ മെയ് അവസാനത്തിനുള്ളിൽ വരാൻ ചാൻസ് ഉണ്ട്. ഒരു 70-80% ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ നിയമം അത് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം അതെന്താണ് തലക്കടിക്കാൻ പോകുന്നതെന്ന്. ഇപ്പോൾ അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്, റീഫോം പാർട്ടി. ഇനി റീഫോം പാർട്ടിയുടെ കാര്യമാണ്. ലേബർ പാർട്ടിയുടെ തീർന്നു, അത് പോയി. ഇനി അടുത്ത റീഫോം പാർട്ടിയാണ്. റീഫോം പാർട്ടി പറഞ്ഞിരിക്കുന്നു, ഞങ്ങളിനി ഇവിടെ വന്നാൽ, ഇവിടെ ഞങ്ങൾ വിജയിച്ച് വന്നു കഴിഞ്ഞാൽ, ഞങ്ങൾ വിജയിക്കും തന്നെ അവർ പറയുന്നത്. തീവ്ര വലതുപക്ഷം അമ്മാതിരി വോട്ടിലാണ് ഇവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഞങ്ങളിവിടെ വന്നാൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് UK ഒരു ഗൾഫാക്കി മാറ്റും എന്നാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും UK ഗൾഫാക്കി മാറ്റും, ഇതെന്താ ഈ പറയുന്നത്? അപ്പോൾ ഭയങ്കര സെറ്റപ്പായിരിക്കും ഇവിടെ നിന്നിരിക്കും. ആ സെറ്റപ്പ് അല്ല ഉദ്ദേശിച്ചത്. ഗൾഫിലെ നിയമം ഇവിടെ കൊണ്ടുവരും. ഗൾഫിലെ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ PR കൊടുക്കുന്നില്ല. സോ UK ഇനി മുതൽ PR ഇല്ല. നിങ്ങൾക്ക് വരാം ഇവിടെ പഠിക്കാൻ, പഠിച്ചിട്ട് നിങ്ങൾ തിരിച്ചു പോവുക. അല്ലാതെ ഇവിടെ കിടന്ന് നിങ്ങൾ പിന്നെ ബഹളം ഉണ്ടാക്കാനോ ശല്യം ഉണ്ടാക്കാനോ ഒന്നും പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് PR ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നടക്കത്തില്ല. നിങ്ങൾ വരിക, പഠിക്കുക, തിരിച്ചു പോവുക. നിങ്ങൾ വിസിറ്റിംഗ് വിസയ്ക്ക് വരിക, കാണുക, തിരിച്ചു പോവുക. നോ വിസ, നോ PR. ആ ഒരു സംവിധാനം നമ്മുടെ റീഫോം പാർട്ടി വന്നു കഴിഞ്ഞാൽ നടപ്പിലാക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സംഭവം കഴിഞ്ഞപ്പോഴത്തേന് ഇവർക്ക് വോട്ട് ഷെയർ ഉയർന്നു. അതായത് ഓൺലൈൻ ചാനലുകളെല്ലാം ഞാനിപ്പം ഒരുപാട് എടുത്തു നോക്കി. അതിൽ കൂടിയിരിക്കുന്ന എത്ര എന്ന് പറഞ്ഞാൽ 22% പോലും 46% വരെ കൂടിയിരിക്കുകയാണ് ഇവർക്ക്. 22% 46%. ഈ ഒരു സംഭവം അവർ പ്രഖ്യാപനം കൊടുത്തതോടുകൂടി ഭയങ്കരമായിട്ടും, കാരണം ഇവിടെയുള്ള ആൾക്കാർ മടുത്തു. അതിപ്പം ഞാൻ ഏഷ്യക്കാരെന്ന് പറയുന്നില്ല, ഒരുപാട് ആൾക്കാരെ കൊണ്ട് ഇവിടെ വന്നിട്ടുള്ള പ്രതിമുട്ടി. കൂടുതലും ഏഷ്യക്കാരാണ് പ്രശ്നം. അതുകൊണ്ടാണ് അവർ ബ്രെക്സിറ്റിൻ്റെ സംഭവങ്ങൾ ലേബർ പാർട്ടി സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ടും പ്രശ്നമാണെന്നുള്ള ഇവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നതാണ്, അതാണ് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത്. ഇവിടെ വന്നു പഠിച്ചു, നിങ്ങൾ പോവുക, ജോലി ചെയ്ത് വരുന്നുണ്ടെങ്കിൽ പോവുക, അത്രേ ഉള്ളൂ. നോ PR. ഗൾഫ് സേഫാണ്, അവിടെ കുഴപ്പമില്ല. ഇപ്പോഴാണ് അവർക്ക് ഈ സാധനം കത്തുന്നത്. പക്ഷേ ഇതാരെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങോട്ട് ഇനി വരാനിരിക്കുന്നവരെയും അതുപോലെ തന്നെ ഇവിടെ തന്നെ ഇപ്പം PR റീസെൻ്റായിട്ട് ഉള്ളവരും PR കിട്ടാതെ ഇവിടെ റീസെൻ്റായിട്ടുള്ളവരെയും ഒക്കെ മുൻപോട്ട് ബാധിച്ചേക്കാം. സോ ചിലപ്പോൾ അവർ വരുന്നതിന് പിന്നെ നിയമം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള നിയമമായിരിക്കും അവരെടുക്കുന്നത്. അതല്ലെങ്കിൽ അവർ വന്ന ശേഷം ഇവിടെ PR ആകാത്ത ആൾക്കാരെ ആയിരിക്കും എടുക്കുന്നത്. അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും മുൻപോട്ട് എന്തായാലും അവർ വന്നിട്ടുള്ള നിയമം 99% അവർ ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ 100% അവർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതാണ് വരാൻ പോകുന്ന സംഭവം. UK വന്നു കഴിഞ്ഞാൽ PR കൊടുക്കില്ല. അപ്പോൾ പിന്നെ ഇവിടെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യായിരിക്കും. അവർ ഭയങ്കര രീതിയിൽ സപ്പോർട്ടായി, വീണ്ടും വോട്ട് ഷെയർ കൂടി. അപ്പോൾ പിന്നെ പറയുന്ന അടുത്ത കാര്യം, ഈ ഗൾഫിലും പോട്ടെ, ഈ ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്ക് വെറുതെ ഇങ്ങനെ തീറ്റ കൊടുക്കണ്ട. വെറുതെ തീറ്റ കൊടുത്ത് അവരെ ഇങ്ങനെ സൂചിപ്പിക്കണ്ട. കാരണം എന്തിനാണ് ഇങ്ങനെയുള്ള കുറ്റവാളികളെ, ക്രിമിനൽസിനെ ഇവരെ എല്ലാം പിടിച്ചിട്ട് ജയിലിലിട്ട് വീണ്ടും തീറ്റ കൊടുത്ത് ഗവൺമെൻറ് പൈസ തന്നെയല്ലേ ഇവർക്ക് പിന്നെയും കൊടുക്കുന്നത്. അതായത് ബോട്ട് കയറി വരുന്നു, അവരെ പിടിച്ച് പിന്നെ ഹോട്ടലിലും ഒക്കെ ആക്കി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവരവിടെ ജീവിപ്പിക്കുന്നു, അവർ കുറ്റം ചെയ്യുന്നു, അവരെ പിടിച്ച് ജയിലിലാക്കുന്നു. അതല്ലെങ്കിൽ വിസയിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർ കുറ്റം ചെയ്യുന്നു, അവരെ പിടിച്ച് ജയിലാക്കുന്നു, അവർക്ക് വീണ്ടും ഭക്ഷണം കൊടുത്ത് അവർ സൂചിച്ച് കിടക്കുകയല്ലേ. അപ്പോൾ അതും വേണ്ട. ജയിലുകൾക്ക് കുറച്ച് ശാന്തത വേണം. അതുകൊണ്ട് ഇനി അവിടെ കിടക്കുന്നവരെയും അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ആൾക്കാരെ എല്ലാം പിടിച്ച് ഡീപ്പോർട്ട് ചെയ്യുക. ഡീപ്പോർട്ട് ഒരു സംവിധാനം മുഴുവനാണ് റീഫോം പാർട്ടി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഡീപ്പോർട്ടിങ്ങിന് പ്രത്യേകമായിട്ടൊരു പിന്നെ ഹൈ കമ്മീഷനെ തന്നെ വെക്കും എന്നുള്ളത് പരിപാടി ഈ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റീഫോം പാർട്ടി. അതായത് ഡീപ്പോർട്ടിംഗ് കമ്മീഷനെ തന്നെ ഡീപ്പോർട്ടിംഗ് കമ്മീഷനായിട്ട് തന്നെ ഒരാളെ നിയമിക്കൂ എന്നുള്ള കാര്യം നമ്മുടെ റീഫോം പാർട്ടി പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഹോം ഓഫീസ് വേറെ തലത്തിൽ തന്നെ ഡീപ്പോർട്ടേഷനാക്കി മാറ്റി വേറൊരു തലത്തിൽ തന്നെ മാറ്റൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഹോം ഓഫീസ് തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഡീപ്പോർട്ടേഷൻ ലെവലിലോട്ട് മാറ്റാൻ ഹോം ഓഫീസിനെ മാറ്റാനുള്ള പരിപാടികൾ ചെയ്യും. അതുപോലെ തന്നെ ഡീപ്പോർട്ടേഷന് വേണ്ടി പ്രത്യേക ഒരു സമിതിയെ നിയോഗിക്കും, അതിന് പ്രത്യേകമുള്ള ആൾക്കാരെ നിയോഗിക്കും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എവിടെ നോക്കിയാലും ഡീപ്പോർട്ട് എന്ന് മാത്രമേ കാണാനുള്ളൂ.
അപ്പോൾ അതൊക്കെയാണ് ഈ പറഞ്ഞ് വരാൻ പോകുന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് ഇപ്പോൾ മുൻപോട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ, സൂചനകൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. പിന്നെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇങ്ങോട്ട് ഇനി വരാൻ ആഗ്രഹിച്ചിരിക്കുന്നവരും, അല്ലെങ്കിൽ പിന്നെ എന്താണ്, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാനിരിക്കുന്നവരോ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് അറിയുക. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ കയറി UK ഗവൺമെൻറ് സൈറ്റ് നോക്കി അറിയാം, അതല്ലെങ്കിൽ ഇപ്പം എൻ്റെ ചാനൽ നോക്കി അറിയാം, അതല്ലെങ്കിൽ വേറെ ചാനൽ ഒത്തിരി ഉണ്ട്, അതിലൊക്കെ നോക്കുകയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കറക്റ്റ് അപ്ഡേറ്റുകളും കാര്യങ്ങളെല്ലാം അറിഞ്ഞ ശേഷം മാത്രം ഓരോന്നിനും നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിയമം പറഞ്ഞാൽ എല്ലാവരും ബാധിക്കും. ബട്ട് ഇവരൊരു നിയമം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് അവരെ പ്രത്യേകമായിട്ട് നോക്കിയിട്ട് നിയമം മാറ്റുന്നതല്ല, ഇവിടുത്തെ സാഹചര്യങ്ങൾ അനുസരിച്ച് അവരങ്ങ് നിയമം മാറ്റുന്നത്. സോ അങ്ങനെയുള്ളതുകൊണ്ട് നിങ്ങളത് നാട്ടിൽ നിന്ന് ഇനിയുള്ളവർ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം ഇങ്ങോട്ട് ബിസിനസ്സോ അല്ലാതെയൊക്കെയായിട്ടുണ്ടെങ്കിൽ പരിപാടിക്കാണെങ്കിലും നിങ്ങൾ വരാനായിട്ട് ശ്രമിക്കുക. കാരണം ഇനി നിയമം UK പഴയ പോലെ ആയിരിക്കത്തില്ല, അത് ഉറപ്പാണ്, 100%. റീഫോം പാർട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, എപ്പോൾ നമ്മളെയൊക്കെ എടുത്ത് തോട്ടിലെറിയാം എന്ന് നോക്കിയാൽ മതി, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് നമുക്കൊന്നും എന്താണ് പറയാൻ പറ്റുന്ന കാര്യമല്ല. സോ അങ്ങനെയുള്ളത് കൊണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഈ വീഡിയോ. കാരണം ഇതൊരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും 100% അല്ല, ഒരു 60 to 80% നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ റീഫോം പാർട്ടിയുടെ കേസിൽ അതല്ല കേട്ടോ, 99.9% ഇതെല്ലാം അവർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്തിരിക്കും, ഉറപ്പാണ്. പക്ഷേ ഈ ലേബർ പാർട്ടിയുടെ കേസ് ഇപ്പോൾ ഒരു പറഞ്ഞിരിക്കുന്ന ഒരു 60-80% ഇടയിൽ മുൻപോട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. സോ അപ്പോൾ ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റുകൾ. ബാക്കിയുള്ള അപ്ഡേറ്റുകൾ ഇനിയിപ്പം ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ വരുന്നു, അതുപോലെ തന്നെ അതിന് മുന്നേ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയിക്കാം. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരത്തേക്കും ബൈ.